പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ എന്നിവർ SCO ഉച്ചകോടിക്കിടെ ഒരുമിച്ചപ്പോൾ പാകിസ്ഥാൻ അത് കണ്ട് ഞെട്ടിയതിൽ ഇന്ത്യക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ അമേരിക്കയും ട്രംപും ഞെട്ടി തരിച്ചിരുന്നുപോയി. ഭീകരതയെ നേരിടുന്ന കാര്യത്തിൽ നിലനിൽക്കുന്ന ഇരട്ടത്താപ്പുകൾക്കെതിരെ ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25ാം വാർഷിക ഉച്ചകോടിയിൽ ശക്തമായ ശബ്ദമുയർത്തി ചൈനയുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതും ഭീകരതയ്ക്കെതിരെ. പാക് പ്രധാനമന്ത്രി മുൻനിർത്തിയായിരുന്നു മോദിയുടെ നയതന്ത്ര ആക്രമണം എന്നുകൂടി ഓർക്കണം. ഏപ്രിൽ 22-ന് 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയുടെ മനസാക്ഷിക്ക് നേരെയുള്ള ആക്രമണം മാത്രമല്ല, മാനവരാശിയിൽ വിശ്വസിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കുമുള്ള തുറന്ന വെല്ലുവിളിയാണെന്നാണ് മോദി പറഞ്ഞത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കളെ തൊട്ടു മുന്നിൽ വേദിയിൽ ഇരുത്തിയായിരുന്നു മോദിയുടെ പരാമർശം. ഭീകരവാദത്തെ ചില രാജ്യങ്ങൾ പരസ്യമായി പിന്തുണയ്ക്കുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് പാകിസ്ഥാൻ്റെ മുഖത്ത് നോക്കി മോദി ചോദിച്ചു. എല്ലാ തരത്തിലും രൂപത്തിലുമുള്ള ഭീകരതയ്ക്ക് നേരെ ഒരുമിച്ച് പോരാടണം, അത് മാനവരാശിയുള്ള കടമയാണെന്നും മോദി തുറന്നടിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പാകിസ്ഥാൻ കൂടി അംഗമായ SCO അതിനെ പിന്തുണച്ച് ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുക തന്നെ ചെയ്തു. സംയുക്ത പ്രസ്താവന ഇറക്കി ഉച്ചകോടിയുടെ അവസാന ദിനമായ തിങ്കളാഴ്ച. ആക്രമണത്തിന് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട SCO ഭീകരതയെ നേടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന ഇന്ത്യയുടെ നിലപാടിനെ ശക്തമായി അനുകൂലിക്കുകയും ചെയ്തു. ജൂണിൽ ചൈനയിൽ നടന്ന SCO പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ കൊണ്ടുവന്ന സംയുക്ത പ്രസ്താവനയിൽ പഹൽഗാം ഭീകരാക്രമണത്തെ പരാമർശിച്ചിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് അതിൽ ഒപ്പിടാതെ ഇറങ്ങിപ്പോയിരുന്നു. അതിനുള്ള മറുപടിയാണിപ്പോൾ സംഘടന ഒരു സമ്മാനമായി നരേന്ദ്രമോദിക്ക് നൽകിയതും. ഗാസയിലെ യുദ്ധത്തെയും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഖുസ്ദോർ, ജാഫർ എക്സ്പ്രസ്സുകൾക്ക് നേരിട്ട ഭീകരാക്രമണങ്ങളെയും SCO അപലപിച്ചു. അതിൽ ഇന്ത്യയാണ് മുന്നിൽ നിന്നത് അപലപിക്കാൻ. ഭീകരതയെ തുടച്ചു നിൽക്കുക എന്നതാണ് തങ്ങളുടെ മുന്നിലെ പ്രധാന വെല്ലുവിളിയെന്നും SCO വ്യക്തമാക്കിയിട്ടുണ്ട്.